നിധി നീതുവിനെ കാണുമ്പോൾ ചോദിക്കും, ആരാ അത്? നികേഷ് പറയും, ഇതാണ് മെക്കാനിക്കിൻ്റെ പിന്നാലെ നടക്കുന്ന പെൺകുട്ടി. നീതു വീട്ടിൽ വന്നിട്ട് സുഭാഷിനോട് പരാതി പറയാണ്. ഞാൻ അവൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, അവൻ എന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇന്ന് അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചു, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. അതെന്താന്ന് സുഭാഷ് ചോദിക്കും. നീതു പിന്നെയും പഴയ ഓരോ കാര്യങ്ങൾ പറയാണ്. ആ ചോദിച്ച കാര്യം എന്താണെന്ന് മാത്രം പറയുന്നില്ല. നിധി പറയും, അങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന ആളൊന്നുമല്ല ഹരീഷ്. അവൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പറയൂ കുട്ടി. നീതു പറയും, ഇന്ന് ഞാൻ അവൻ്റെ വർക്ക്ഷോപ്പിൽ പോയിരുന്നു. അവിടെ വെച്ച് അവൻ എന്നോട് ചോദിക്കുക, എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന്. അവൻ കല്യാണം കഴിക്കുന്ന കാര്യമാണല്ലോ ഓർത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന്. അപ്പം അവൻ എന്നോട് ചോദിക്കുക, അവൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ടൊന്നും നീതു അത് പറയുന്നില്ല. സുഭാഷ് പിന്നെയും ചോദിക്കും, അവനെന്താ ചോദിച്ചത്? നീതു പറയും, എൻ്റെ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. സുഭാഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടനല്ലേ, അവൻ പൊട്ടൻ തന്നെയാണ്, മരപ്പൊട്ടൻ. ഇത് കേട്ടിട്ട് സുധിയും നികേഷും അവിടുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല. നീതു പറയും, ഇനി അവൻ്റെ പിന്നാലെ നടക്കാൻ എന്നെ കിട്ടില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് നീതു നടന്നു പോകും. ആ സമയത്തും സുധിയും നികേഷും അവിടുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. നീതു പിന്നെയും അങ്ങോട്ട് തന്നെ വന്നിട്ട് അവിടുന്ന് ജഗ്ഗിന്ന് വെള്ളം കുടിച്ചിട്ട് പിന്നെയും തിരിച്ചു പോവാണ്. ഹരീഷ് വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ സുധി ചിരി തുടങ്ങാണ്. നികേഷിനും ചിരി വരും. ഹരീഷ് എന്താ കാര്യം തിരക്കുമ്പോൾ നികേഷ് പറയും, നീതു വന്നിരുന്നു ഇവിടെ. ആ സമയത്ത് സുഭാഷും അങ്ങോട്ട് വന്നിട്ട് ഹരീഷിനെ വഴക്ക് പറയാണ്. ഹരീഷിനാണെങ്കിൽ തിരിച്ച് മറുപടിയൊന്നും പറയാൻ കഴിയുന്നില്ല. ഹരീഷ് ഈ കളിയാക്കൽ താങ്ങാൻ പറ്റാതെ അപ്പുറത്തേക്ക് പോവാണ്. നിധി പറയും, അവനവൻ്റെ ഇന്നസെൻസ് കൊണ്ട് ചോദിച്ചതാ, അതിന് ഇങ്ങനെ ചിരിക്കണോ? നിധി ഹരീഷിൻ്റെ അടുത്ത് വന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്. ഹരീഷ് പറയും, ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയോ? സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കാനിട്ട് ഞാനാകെ ടെൻഷനായിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താ നീതു എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു പോയതാ. നിധി പറയും, നീതു 2 വർഷമായിട്ട് നിങ്ങളെ മാത്രം പ്രേമിക്കുന്ന പെൺകുട്ടിയല്ലേ, അപ്പോൾ അവൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ സങ്കടം വരും. നിധി പറയും, ഒരു കാര്യം ചോദിക്കട്ടെ, ഹരീഷിന് നീതുവിനെ ഇഷ്ടമാണോ? ഹരീഷിനാണെങ്കിൽ മുഖത്തൊരു നാണം വരും. ഹരീഷ് പറയും, എനിക്കറിയില്ല. നിധി പറയും, നീതുവിന് ഹരീഷിനെ ഇഷ്ടമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, എന്നാ പറയണ്ട. ഇനി കാണുമ്പോൾ ഒരു സോറി പറഞ്ഞേക്കാം അവളോട്. ഹരീഷ് രാത്രി നീതുവിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വരികയാണ്. മതിലിൻ്റെ അടുത്ത് നിന്ന് ഉള്ളോട്ട് എത്തി നോക്കുമ്പോൾ പിറകുന്ന ഒരാൾ തൊള്ളു പിടിക്കും. ഹരീഷ് പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ സുധിക്കും, നിനക്കെന്താ ഇവിടെ കാര്യം? ഹരീഷ് പറയും, ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ. ഇവിടെ വന്നാലേ നിനക്ക് കാറ്റ് കൊള്ളാൻ പറ്റൂ. നീ ആരെയാടെ എത്തി നോക്കിയത്? സത്യം പറ, നീ നീതുവിനെ കാണാൻ വന്നതല്ലേ? ചേട്ടന് കല്യാണം ആലോചിച്ചിന് സോറി പറയാനായിരിക്കും അല്ലേ? ഹരീഷ് പക്ഷേ അതൊന്നും സമ്മതിക്കില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞിന്, അവനെ വെയിറ്റ് ചെയ്യാം. സുധി പറയും, എടാ ആദ്യം ഒന്ന് കള്ളം പറയാൻ പഠിക്കുക. ഹരീഷ് പറയും, എനിക്ക് കള്ളം പറയാൻ തൻ്റെ അത്ര കഴിവില്ല, താൻ ഒന്ന് പോയേ. അതും പറഞ്ഞ് സുധി അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. സുധി പക്ഷേ പോയില്ല. തൊട്ടപ്പുറത്ത് പോയി നിന്നിട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കും. നീതു മുറ്റടിച്ച വേസ്റ്റുമായിട്ട് നടന്നു പോകുന്നത് കാണുമ്പോൾ ഹരീഷ് നീതു എന്ന് വിളിക്കും. നീതു വന്നിട്ട് ചോദിക്കും, എന്താ ചേട്ടന് പെണ്ണാലോചിക്കാനാണോ? നിന്നെ കാണുന്നതുവരെ ഞാൻ വെറുത്തുപോയി. ഇനി ഒരിക്കലും നിൻ്റെ ഷോപ്പിൻ്റെ മുന്നിലൂടെ ഞാൻ നടന്നു പോയില്ല. ഹരീഷ് അതിന് ക്ഷമയൊക്കെ പറയും. എന്താ, എനിക്ക് വേറെ ഏതെങ്കിലും ചെക്കന്മാരെ ആലോചിച്ചിട്ടുണ്ടോ? ഹരീഷ് പിന്നെ ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും നീതു കയ്യിലുണ്ടായിരുന്ന വേസ്റ്റ് എടുത്തിട്ട് ഹരീഷിൻ്റെ തലയിലേക്ക് ഇടുകയാണ്. ഇത് കണ്ടിട്ട് സുധി അവിടെ നിന്ന് ചിരിക്കും. സുധി ഹരീഷിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, അത് കലക്കി. എടാ കുമാർ ഇപ്പോൾ ചുരിദാർ ഇട്ടാണ്ടാണോ നടക്കുന്നത്? ഹരീഷ് ചോദിക്കും, ഇയാൾ ഇതുവരെ പോയില്ലേ? സുധി പറയും, പോയത് കാണാൻ പറ്റുമോ? ഹരീഷ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴും മുന്നിൽ തന്നെ സുധി ഉണ്ടാവും. ഹരീഷ് സുധിയോട് സംസാരിക്കാൻ നിൽക്കാതെ വേഗം അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് ഹരീഷിനോട് ചോദിക്കും, എവിടെ പോയി വരാടാ? ഹരീഷ് പറയും, ഇന്ന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതാണ് വൈകിയത്. ആ സമയത്ത് സുധിയും കൂടി അകത്തേക്ക് വരികയാണ്. സുഭാഷ് പറയും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ വന്നത്? അത്ഭുതമായല്ലോ. സുധി പറയും, ഒരുമിച്ചല്ല സുഭാഷ് ഏട്ടാ, ഞാൻ വൈകുന്നേരം വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താന്ന് സുധി അങ്ങനെ വിട്ടു പറയുന്നില്ല. ഹരീഷ് പറയും, ഇങ്ങേർക്ക് ഭ്രാന്ത. നികേഷ് എവിടെ പോയി? സുഭാഷ് പറയും, നികേഷും നിധിയും കൂടെ പുറത്തു പോയി. സുധി ഞാൻ പുറത്തു പോയി? എന്താ സുഭാഷ് ഏട്ടാ, എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറയുന്നത്? സുഭാഷ് പറയും, എനിക്കറിയില്ലടാ, ഞാൻ വരുമ്പോഴേക്കും അവർ പോയിരുന്നു. സുധി പറയും, എൻ്റെ ഭാര്യയല്ലേ, അവൾക്ക് സുഭാഷ് ഏട്ടനെ വലിയ കാര്യമാണ്, ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചു നടക്കും. ഇതാ ഇവനെ വരെ ഒരു അനിയനെ പോലെ കണ്ടാ സംസാരിക്കുന്നത്, പക്ഷെ എന്നോട് മാത്രം ഒരു ഗൗരവവും ഒരകൽച്ചയുമാണ്. ഹരീഷ് സുധിയെ കളിയാക്കുമ്പോൾ സുധി പറയും, ഞാൻ പറയണ്ടെന്ന് വെച്ചിട്ടാ, പറയണോ? സുഭാഷ് പറയും, നീ കുറേ നേരമായല്ലോ, എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. പക്ഷേ ഹരീഷ് അതിന് സമ്മതിക്കുന്നില്ല. ആ സമയത്ത് നികേഷും നിധിയും കൂടി വീട്ടിലേക്ക് വരികയാണ്.